ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പുതിയതായിട്ട് ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പോട്ടിലൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ. ലോട്ടസുകൾ കുറച്ചെണ്ണം താഴെ വെച്ചതായിരുന്നു, ബാക്കിയൊക്കെ മുകളിൽ ടെറസിലായിരുന്നു. ഇത് നമ്മളെ ഒരു കിണറിൻ്റെ ഈ ഒരു ഏരിയ ആണ് കേട്ടോ. ഇത് ആ ഒരു ഏരിയ മൊത്തം നമ്മൾ സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ 2-3 ഐറ്റം ഫ്ലവർ വന്ന് കണ്ടിട്ട് ഓരോരുത്തർ കൊണ്ടുപോയി കേട്ടോ. ഈ കാണുന്നത് പക്കുവാനാണ്. പക്കുവാന് റണ്ണർ വെച്ച് പിടിപ്പിച്ചതായിരുന്നു. അപ്പോൾ അതിൽ ഫ്ലവർ വിരിഞ്ഞതാണ് കേട്ടോ. ഫസ്റ്റ് ഫ്ലവറാണ്. അപ്പോൾ കുറച്ചൊരു ചെറുതാണ് ഫ്ലവർ. എന്നാലും അടുത്ത ബഡ് വരുമ്പോൾ ഒത്തിരി വലുതായിട്ട് വിരിയുമെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ. പെറ്റൽസിനൊക്കെ വ്യത്യാസമുണ്ട്. ഇത് റെഡ് ഫിലിപ്പാണ് കേട്ടോ. റെഡ് ഫിലിപ്പിന് ഒരുപാട് പൂക്കൾ നമുക്ക് തന്നിട്ടുള്ളതാണ് മുമ്പേ. ഇപ്പോൾ വീണ്ടും ബഡ് വന്ന് വിരിഞ്ഞു. റീപ്പോർട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത് വന്നതാണ് കേട്ടോ അതൊക്കെ. അതുപോലെ ബുച്ചയിൽ റീപ്പോർട്ടിങ്ങിന് ശേഷം ബഡ് വന്നിട്ടുണ്ട്, വിരിഞ്ഞിട്ടില്ല. ഇതുപോലെ തന്നെ ഇതാ 2-3 പോട്ടിൽ ബുച്ച നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ഞാറ്റുവേല ചന്തക്ക് നമ്മൾ കൊണ്ടുപോയതിൻ്റെ ശേഷം രണ്ടാമത് സെറ്റ് ചെയ്ത് വെച്ചാൽ റണ്ണർ വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ അതൊക്കെ. അതുപോലെ D9 ബഡ് വന്നിരുന്നു. ഇത് പിന്നെ നമ്മൾ വിത്ത് മുളപ്പിച്ചൊരു വെറൈറ്റിയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുള്ള വിത്തുനിന്ന് വെച്ചുകൊണ്ട് പിടിപ്പിച്ചെടുത്തതാണ്. 2 വെറൈറ്റി, അതായത് കർണയുടെയും പീക്കോ പിങ്കിൻ്റെയും വിത്തുകളാണ് ഉണ്ടായിരുന്നത്. 2ൻ്റെയും സ്വഭാവമല്ല ഈ ഒരു ബഡിന് വന്നത്. ഏതായാലും ഇത് വിരിയുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്താ 2 മാസമായി ഇത് മുളച്ച് ഇത്രയൊക്കെ ആയിട്ട്. പക്ഷേ 1 മാസമായപ്പോൾ തന്നെ ബഡ് വന്നിട്ട് നമുക്ക് വിരിഞ്ഞ് കിട്ടിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണിത് ഉഷാറായിട്ട് വന്ന് നല്ല കരുത്തുള്ള ബഡ് വന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെയാണ് എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.